അഹമ്മദാബാദിൽ 260 പേരുടെ ജീവനെടുത്ത വിമാനാപകടത്തിന്റെ ഉത്തരവാദിത്തം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെച്ച് കൈകഴുകാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം നേരിട്ടത്. കേന്ദ്ര സർക്കാരും സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലും അപകടത്തിൽ വിശദീകരണം നൽകണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെറുമൊരു പ്രാഥമിക റിപ്പോർട്ട് മാത്രം തയ്യാറാക്കി 100 ദിവസം പിന്നിട്ട അപകടത്തിന്റെ അന്വേഷണം ഇഴയിക്കുകയാണ് എന്ന് ആരോപിക്കുന്ന ഹർജിയിൽ ഇടപെട്ട കോടതി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയോടും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകും മുൻപ് തന്നെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയതും അത്തരത്തിലൊരു പ്രചാരണം ഉണ്ടാകാൻ ഇടയായതും ദൗർഭാഗ്യകരമാണ് എന്നുകൂടി സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ സുപ്രീം കോടതി നേരിട്ട് ഇടപെടുന്ന സാഹചര്യം കൂടി സംജാതമായിരിക്കുകയാണ്. അപകടത്തിൽ ജീവൻ വെടിഞ്ഞവർക്ക് നീതി ലഭിക്കുന്നതിനൊപ്പം ബോയിംഗ് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷിതത്വം കൂടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിക്കുകയായിരുന്നു കോടതി. ജൂൺ 12 നടന്ന ഒരു അപകടം. ജീവൻ നഷ്ടമായത് 260 യാത്രക്കാർക്ക്. അതും കൊല്ലപ്പെട്ടവരിൽ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നത് ഓർക്കണം. ദുരന്തം നടന്നിട്ട് 100 ദിവസവും പിന്നിട്ടു. എന്നിട്ട് പോലും ജൂലൈയിൽ പുറത്തിറക്കിയ ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അന്വേഷണം എന്ന പേരിൽ നടന്നിരിക്കുന്നത്. ഈ പ്രാഥമിക റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ വിവാദത്തിലേക്ക് വഴി തുറന്നിരിക്കുന്നതും. റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങൾ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരായ സുമീത് സബർവാളും ക്ലൈവ് കുന്ദറുമാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ ഇടയാക്കിയിരുന്നു. എന്നാൽ ഇന്ധനം മാറ്റുന്നതിലെയും ഇലക്ട്രിക്കൽ വിഭാഗത്തിലെയും തകരാറുകൾ പോലുള്ള നിർണായക പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ച് കുറ്റം പൈലറ്റുമാരിലേക്ക് മാത്രമായി ചുരുക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സേഫ്റ്റി മാറ്റേഴ്സ് ഫൗണ്ടേഷൻ എന്ന വ്യോമയാന സുരക്ഷാ NGO സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജിയിലെ ആരോപണങ്ങൾ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാനാകുന്ന ഒന്നല്ല എന്ന് ഹർജി പരിശോധിച്ച സുപ്രീം കോടതിക്ക് ബോധ്യമാകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരും DGCAയും AAIBയും മറുപടി നൽകണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ഹർജിയിൽ പറഞ്ഞത് എന്താണ് എന്നും അതിനെ സുപ്രീം കോടതി എങ്ങനെ വിലയിരുത്തി എന്നും പരിശോധിക്കേണ്ടതുണ്ട്. നിർണായക വിവരങ്ങൾ മറച്ചുവെക്കുന്നതാണ് റിപ്പോർട്ടെന്നും ഇത് പൗരന്മാരുടെ ജീവിക്കാനും തുല്യതയ്ക്കും സത്യസന്ധമായ വിവരങ്ങൾ അറിയാനുമുള്ള മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞ പ്രധാന കാര്യം. ഇവിടെ ഹർജിക്കാരന്റെ ആവശ്യം മനസ്സിലാക്കുന്നുവെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണാണ് NGOയ്ക്ക് വേണ്ടി ഹാജരായിരുന്നത്. പ്രശാന്ത് ഭൂഷൺ ഉന്നയിച്ച ചില വാദങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. 100 ദിവസത്തിലേറെ മുൻപ് നടന്ന ഒരു ദുരന്തം, എന്താണ് അവിടെ സംഭവിച്ചത് എന്നോ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്നോ പറയാതെ പൈലറ്റുമാരിലേക്ക് മാത്രം കുറ്റം ചൂണ്ടുന്ന ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രം പുറത്തുവിട്ടതിനെ ഭൂഷൺ രൂക്ഷമായി വിമർശിച്ചു. അപകടം അന്വേഷിച്ചതാകട്ടെ ഒരു 5 അംഗ സംഘമാണ്. അതിൽ തന്നെ 3 പേർ DGCAയിൽ നിന്ന്. അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ ചോദ്യമുന നീളുന്ന ഒരു സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാർ അന്വേഷണം നടത്തിയാൽ അത് എത്രമാത്രം നീതിയുക്തമാകുമെന്ന ചോദ്യം കൂടി ഭൂഷൺ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വാദമുഖങ്ങളെല്ലാം കണക്കിലെടുത്താണ് സുപ്രീം കോടതി പ്രാഥമിക റിപ്പോർട്ടിനെ നിരുത്തരവാദപരമെന്ന് വിശേഷിപ്പിച്ചത്. പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം ചോർന്നതിനെ ദൗർഭാഗ്യകരമെന്നും ഇത്തരം കാര്യങ്ങളിൽ രഹസ്യ സ്വഭാവം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നും കോടതി പറഞ്ഞു. ഇതോടെയാണ് കോടതിയുടെ നേരിട്ടുള്ള പരിശോധന അപകടത്തിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. അന്വേഷണത്തിന് ഒരു രഹസ്യ സ്വഭാവമില്ല എന്ന കോടതിയുടെ കണ്ടെത്തൽ കേന്ദ്ര സർക്കാരിനും വ്യോമയാന അതോറിറ്റിക്കും ഒപ്പം അന്വേഷണം നടത്തുന്ന AAIBക്കും ഒരുപോലെ തിരിച്ചടിയാകും. ഇപ്പോഴും പൂർണ്ണമായ തോതിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാനാകാത്തത് സർക്കാരിന്റെയും DGCAയുടെയും ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ്. അപകടത്തിന്റെ കാരണങ്ങളും മുൻകരുതലുകളും ഒന്നും പരാമർശിക്കാത്ത ഒരു റിപ്പോർട്ട്, അതുതന്നെ പൈലറ്റുമാരിലേക്ക് ഫോക്കസ് ചെയ്യുന്ന റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ ചോർന്നതിന് പിന്നിലും സംശയാസ്പദമായ പല കാര്യങ്ങളും ഉണ്ടെന്ന ഹർജിക്കാരുടെ വാദം കോടതി ശരിവച്ചത് തന്നെ ഉത്തരവാദിത്തമില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുറ്റം തന്റെ മകനിൽ ചാർത്താൻ ശ്രമം നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി പൈലറ്റ് സുമീത് സബർവാളിന്റെ പിതാവ് പുഷ്കരാജ് സബർവാളും സുപ്രീം കോടതിയിൽ എത്തിയിരുന്നത് മറന്നുപോകരുത്. പൈലറ്റുമാരായ ക്യാപ്റ്റൻ സുമീത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറും തമ്മിൽ കോക്പിറ്റിൽ നടന്ന ഒരു സംഭാഷണമാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് കുറ്റം പൈലറ്റുമാരുടേതാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ ഇടയാക്കിയത്.
വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ച് ഓഫായതിനെ കുറിച്ചായിരുന്നു ഇരുവരുടെയും സംഭാഷണം. എന്തിനാണ് ഓഫ് ചെയ്തത് എന്ന് ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുമ്പോൾ താൻ ചെയ്തിട്ടില്ല എന്ന് മറ്റേയാൾ മറുപടി നൽകുന്നുണ്ട്. എന്നാൽ ഇത് മാത്രം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ഇന്ധന സ്വിച്ച് ഓഫാകാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാതെ റിപ്പോർട്ട് തയ്യാറാക്കിയതാണ് വിവാദങ്ങൾക്ക് അടിസ്ഥാനം. ഇതോടെയാണ് പുഷ്കരാജ് സബർവാളും കോടതിയെ സമീപിച്ചത്. അപകടത്തിന്റെ ഉത്തരവാദിത്വം തന്റെ മകന് മാത്രമാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് വരുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ആശങ്ക. ജൂൺ 12-ന് ഉച്ചയ്ക്കായിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ തകർന്നു വീണത്. അപകടത്തിൽ വിമാനത്തിലെ 12 ജീവനക്കാരും യാത്രക്കാരിൽ ഒരാളൊഴികെ 229 പേരും മരിച്ചു. വിമാനം അഹമ്മദാബാദിലെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്ക് പതിച്ചതിനാൽ അവിടെയുണ്ടായിരുന്ന 19 പേർക്കും ജീവൻ നഷ്ടമായി. ടേക്ക് ഓഫ് സമയത്ത് തന്നെ വിമാനത്തിലെ വൈദ്യുതി വിതരണത്തിൽ തകരാറ് സംഭവിച്ചുവെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. വിമാനത്തിന്റെ പിൻഭാഗത്തെ ചില യന്ത്രഭാഗങ്ങൾ കത്തിയത് വൈദ്യുതി തകരാർ മൂലമുള്ള തീപിടുത്തം മൂലമാണോ എന്ന സംശയവും തുടക്കം മുതലുണ്ട്. വിമാനത്തിലെ മുഴുവൻ വൈദ്യുത സംവിധാനത്തെയും ബാധിക്കുന്നത് ട്രാൻസ്ഡ്യൂസറിലെ തകരാർ വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപാണ് പരിഹരിച്ചത് എന്നതിനും തെളിവുണ്ട്. അതിനർത്ഥം തുടക്കം മുതൽ തന്നെ വിമാനത്തിന് തകരാർ ഉണ്ട് എന്നാണ്. എന്തായാലും 260 പേരുടെ ജീവനെടുത്ത ഒരു ദുരന്തം നടന്ന് ഇത്രയും ദിവസമായിട്ടും വേഗത്തിലുള്ള ഒരു അന്വേഷണം നടത്തി യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലും DGCAയ്ക്കോ AAIBക്കോ സാധിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഇനി സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നും കണ്ടറിയണം. അതിന് കേന്ദ്ര സർക്കാരിന്റെയും DGCAയുടെയും AAIBയുടെയും മറുപടികൾക്കായി കാത്തിരിക്കുകയാണ് കോടതി.